ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഡോക്ടർ ജോബിനെ എന്നോട് ഉറപ്പ് പറഞ്ഞിരിക്കുക. ഇത് അലീന മാനിപ്പുലേറ്റ് ചെയ്ത ഒരു കള്ളക്കഥയാണ്. അതിന്റെ പിന്നിൽ അവർക്ക് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് വ്യക്തമാണ്. ജോബിൻ ഡോക്ടറും അത് തന്നെയാ പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അലീന ഈ കാര്യം ഡേസിയോടല്ലേ പറയണ്ടേ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഡേസി ആന്റിയോട് ഈ കഥ ഡയറക്റ്റായിട്ട് പറഞ്ഞാ തുടക്കത്തിലെ ചീറ്റിപ്പോകുന്ന അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാ VPയോട് ആദ്യം നുണ പൊട്ടിച്ചത്. അത് ഡോക്ടറും മാളും ഡേസി ആന്റിയും ഒക്കെ അറിയാൻ സമയമെടുക്കുമല്ലോ. അപ്പോഴേക്കും മാളു കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഓ, എന്തൊക്കെയാ കുട്ടി കാണിച്ചു കൂട്ടുന്നത്? അതും ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ ഇരുന്നുകൊണ്ട്. ജോബിന് അറിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? എന്തു പറയാൻ, ഡോക്ടർ ആകെ ഷോക്ക്ഡായി പോയി. എന്തിനാണ് അലീന ഇങ്ങനൊരു കള്ളക്കഥ VPയോട് പറഞ്ഞതെന്ന് അയാൾക്കും പിടികിട്ടുന്നില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ അവർ തമ്മിൽ കൊമ്പ് കോർക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയൊന്നും വേണ്ടെന്ന് നീ പറഞ്ഞില്ലേ ജോബിനോട്? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഇത്രയും വലിയൊരു നുണ കേട്ടാ ആരായാലും റിയാക്ട് ചെയ്യില്ലേ അമ്മേ? എന്തായാലും നീ അതിനകത്തൊന്നും ഇടപെടാൻ പോണ്ട. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ എല്ലാവരുടെയും കണ്ണിൽ കരടായിരിക്കുക. എന്തിനാ വെറുതെ? പിന്നെ അപ്പു, VP അന്ന് പറഞ്ഞ കാര്യം വീണ്ടും സീരിയസ് ആയിട്ട് ആലോചിച്ചു തുടങ്ങി. ഏത് കാര്യം? നമ്മൾ ചിലപ്പോ ഉടനെ ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറിയേക്കും. അതെന്താ ഇപ്പൊ അങ്ങനെ? അതെന്താന്ന് ചോദിച്ചാ VP വല്ലാതെ ഫെഡപ്പായിരിക്കുന്നു. VP മാത്രമല്ല, ഞാനും. അതുകൊണ്ട് ചിലപ്പോ നമ്മൾ ഈ വീടും പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് കുറച്ച് റിമോട്ടായ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. നിന്നോടും കൂടി ഈ കാര്യവും സൂചിപ്പിച്ചേക്കാൻ VP പറഞ്ഞു. എന്തിനാ ഇപ്പൊ അങ്ങനെ ഒരു വിട്ടുപോക്ക്? അല്ലാതെ പിന്നെ എന്തു ചെയ്യും? അപ്പോ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. എല്ലാവരും നമ്മളെയാ കുറ്റപ്പെടുത്തുന്നത്. ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്താൽ ഉള്ള സ്നേഹബന്ധം കൂടെ നമുക്ക് നഷ്ടപ്പെടേണ്ടി വരും. എവിടേക്കെങ്കിലും മാറിയാൽ അവിടെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. എന്റെയും മാളുവിന്റെയും കാര്യം ഉദ്ദേശിച്ച VP അമ്മയ്ക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് വേണ്ട. ഞാനായിട്ട് ഇനി ഒരു പ്രശ്നം നമുക്ക് പോവില്ല. പോരെ? VPയോട് പറഞ്ഞേക്ക്, ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കേണ്ടെന്ന്. ഞാൻ പോന്നു. അപ്പോ ഗുഡ് മോർണിംഗ് വക്കീലേ. രാവിലെ എഴുന്നേറ്റോ? മോർണിംഗ്. ഞാൻ എന്റെ പതിവ് സമയത്ത് എഴുന്നേറ്റു. ഡോക്ടർ ഇന്ന് ലേറ്റ് ആണല്ലോ. എന്തു പറ്റി? ഇന്നലെ കിടന്നപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. കോഫി ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്. അതെ, എനിക്ക് അലീനയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ വക്കീലേ? നമ്മുടെ കേസിന്റെ കാര്യം വല്ലതും ആണോ? യുവമിഥുനങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആവാൻ ഉഭയകക്ഷി പ്രകാരം സമ്മതിച്ചോ? അത് എന്റെ കേസിന്റെ കാര്യമല്ലേ? എനിക്ക് പറയാനുള്ളത് നമ്മൾ തമ്മിലുള്ള കേസിന്റെ കാര്യമാ. നമ്മൾ തമ്മിലുള്ള കേസോ? അങ്ങനെ ഒരു കേസ് എന്റെ ഓർമ്മയിലില്ലല്ലോ. ഞാൻ ഡോക്ടറോടൊന്ന് സൂചിപ്പിച്ചിരുന്നു. ചുമ്മാ സസ്പെൻസ് ഇടാതെ കാര്യം പറ വക്കീലേ. എന്താ മാറ്റർ? ഞാൻ എന്റെ കൊളീഗുമായി ചേർന്ന് ഒരു വീട് നോക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. ഓ, എന്തായത്? വീട് വല്ലതും കിട്ടിയോ? ആ, ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ട്. കോടതിക്ക് അടുത്ത് തന്നെയാ. അതാവുമ്പോ ഓട്ടോ കാശ് ലാഭിക്കാലോ. പിന്നെ അത്യാവശ്യം ഫ്രീ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഓ, ഓട്ടോ കാശ് ലാഭിക്കാൻ വേണ്ടി വക്കീൽ അത്ര റിസ്ക് എടുത്തൊരു വീടെടുക്കുന്നതിനെ പറ്റി ആലോചിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ എന്നെ പേടിച്ചാണ് വക്കീൽ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഡോക്ടർ പേടിക്കേണ്ട കാര്യം എനിക്കെന്താ? നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രൊഫഷണൽ വൈസും നമ്മൾ രണ്ട് പ്രൊഫഷനാണ്. ആ രീതിയിൽ ഒരു ഈഗോയും വരേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ശരി തന്നെ. പക്ഷേ വക്കീൽ എന്നെ അങ്ങോട്ട് അത്ര പിടുത്തം പോരാ. അതിന്റെ കാരണം എനിക്കറിയാം. ഞാൻ ജോബിനുമായിട്ടൊന്ന് ടൈപ്പ് ആവാൻ ശ്രമിക്കുന്നത് വക്കീലിനെ തീരെ പിടിക്കുന്നില്ല അല്ലേ? അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ റൂംമേറ്റിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ ഇന്റർഫയർ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അത് ലോ പോയിന്റ്. പക്ഷേ വക്കീലിന് ഈ കാര്യത്തില് വ്യക്തിപരമായി എന്നോടൊരു എതിർപ്പുണ്ട്. അത് സത്യമല്ലേ? സത്യസന്ധമായ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ
അലീന പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. മറ്റൊരാളുടെ ഫാമിലി ലൈഫ് സ്പോയിൽ ചെയ്തുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. പക്ഷെ അതൊന്നുമല്ല ഏട്ടാ എന്റെ ഷിഫ്റ്റിങ്ങിന് കാരണം. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് എന്റെ കോടതിക്ക് അടുത്ത, 2 ഒരേ പ്രൊഫഷനിലുള്ള ഒരു സുഹൃത്ത്, പിന്നെ ട്രാവലിംഗ് സമയം ലാഭിക്കാം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാ ഞാൻ തൽക്കാലം മാറാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ സെക്കൻഡറി ഫാക്ടേഴ്സ് ആണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് തന്നെയാണ് പ്രൈമറി റീസൺ. മറ്റൊരാളുടെ ഭർത്താവിനെ അടിച്ചുമാറ്റി സ്വന്തം ജീവിതം പുഷ്പിക്കാൻ നോക്കുന്ന ഒരു 3rd റേറ്റ് കമ്പാനിയൻഷിപ്പ് വക്കീൽ ആഗ്രഹിക്കുന്നില്ല. അതല്ലേ സത്യം? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഡോക്ടർക്ക് അത് എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. അത് മാത്രമല്ല റീസൺ എനിക്കറിയാം. ജോബിന്റെ ഡിവോഴ്സ് കേസിന്റെ ഡീറ്റെയിൽസ് എങ്ങാനും ഞാൻ അടിച്ചു മാറ്റിയാലോ എന്നുള്ളൊരു പേടി ഉണ്ടാവും ഈ ഷിഫ്റ്റിങ്ങിന് പിന്നില്, അല്ലേ വക്കീലെ? സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാത്തവരാ അങ്ങനെ മറ്റുള്ളവരെ പേടിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഈ കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അലീന ഇതിനകത്ത് എന്ത് മാനിപ്പുലേഷൻ നടത്തണമെന്ന് വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ മാനിപ്പുലേഷൻ ഒന്നും നടത്താതെ തന്നെ അവരെ സെപ്പറേറ്റഡ് ആയിക്കോളും വക്കീലെ. അതാ അതിന്റെ ഒരു നീതിശാസ്ത്രം. പിന്നെ വക്കീൽ ഇനി ഉച്ചകുത്തി നിന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിരിയാനുള്ളവര് പിരിയ തന്നെ ചെയ്യും. അത് ഡോക്ടർക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? അതൊക്കെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അതിന്റെ ഒരു സാമുദ്രിക ശാസ്ത്രം അങ്ങനെയാ. ഓ, അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? പിന്നെ അല്ലാതെ കാരണവന്മാര് പറയാറില്ലേ, കാള വാല് പൊക്കുന്ന കാണുമ്പോ തന്നെ അറിയാം സംഗതി എന്തിനാണെന്നുള്ളത്. അതുപോലെ ഓരോന്നിനും ഓരോ ശാസ്ത്രമുണ്ട് വക്കീലെ. ഞാൻ പറഞ്ഞതിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് ലക്ഷണശാസ്ത്രം അറിയാമേ. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ. ഇനിയിപ്പോ ഉഗ്ര തമാശകളാവും ഇവിടെ നടക്കാൻ പോകുന്നത്. അലീന, എന്താ തന്റെ ഉദ്ദേശം? എന്തിനാ താനിങ്ങനെ കല്ലുവെച്ച നുണകൾ എല്ലാരോടും പറഞ്ഞു നടക്കുന്നേ? കൂൾ ജോബിൻ, കൂൾ. വന്നപാടെ നീ ഇങ്ങനെ റേസ് ചെയ്താൽ എങ്ങനെയാ? എന്താ കാര്യം? എന്താ കാര്യമെന്ന് നിനക്കറിയില്ലേ? എന്തുദ്ദേശത്തിലാ നീ കൺസീവ്ഡ് ആണെന്ന് വിജയങ്ങളോട് പറഞ്ഞത്? അതിൽ ഒരു തരിമ്പെങ്കിലും സത്യമുണ്ടെന്ന് നിനക്ക് എന്റെ മുഖത്ത് നോക്കി പറയാമോ? അലീന, തന്നോടാ ഞാൻ ചോദിച്ചത്. കം ഓൺ, ഗിവ് മീ ആൻ ആൻസർ. ഇങ്ങനൊരു കള്ളം പറഞ്ഞിട്ട് നിനക്ക് എന്തായിരുന്നു നേടാനുള്ളത്? ഞാൻ പറഞ്ഞ കള്ളുവാണെന്ന് ജോബിന് എങ്ങനെ പറയാൻ പറ്റും? എന്റെ കാര്യം എനിക്കല്ലേ അറിയാൻ പറ്റൂ. നിനക്ക് മാത്രം അറിയാവുന്ന എന്ത് കാര്യം? നീ എന്തിനു വേണ്ടിയായി നാടകം കളിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ആ കെണിയിൽ ജോബിനെ വീഴ്ത്താന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ജോബിൻ പ്ലീസ്, ഇവിടെ ഞാൻ മാത്രമല്ല താമസിക്കുന്നതെന്ന് അറിയാലോ. നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതൊന്ന് പേഴ്സണൽ ആക്കിയ ഉപകാരം. ഒന്നെങ്കിൽ നമുക്ക് എന്റെ റൂമിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പുറത്തു പോയി നിന്ന് സ്വസ്ഥമായി സംസാരിക്കാം. അല്ലാതെ ഇവിടെ വെച്ചൊരു ഷോ ഓഫ് വേണ്ട ജോബിൻ. ശരി, എന്നാ പോ. ജോബിൻ, ജോബിൻ, എന്താ ഇത്? കൈ പിടിച്ചു. Come on. ഈ മുറിയിൽ നടക്കുന്ന ഒന്നും പുറത്താരും അറിയാൻ പോകുന്നില്ല. ഇനി പറ, എന്തിനു വേണ്ടിയാ നീ വിജയങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? എനിക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. മിസ്റ്റർ ഡോക്ടർ, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ഞാൻ കൺസീവ്ഡ് ആണോ അല്ലയോ എന്ന് ജോബിന് എങ്ങനെ അറിയാം? എങ്കിൽ പറയ്, നീ പറഞ്ഞത് സത്യമാണോ? യെസ്, ഞാൻ ക്യാരിയിങ് ആണ്. നോ. നീ ടെൻഷൻ ആവണ്ട, ഇത് നിന്റേതാണെന്ന് ഞാൻ പറഞ്ഞോ? നിന്റെ അങ്കിളിനോട് പോയി ചോദിക്ക്. എന്റെ വയറ്റ് വളരുന്നത് നിന്റെ കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞോന്ന്. പിന്നെ അങ്കിളിനോട് നീ എന്താ പറഞ്ഞത്? അങ്കിളിനോട് ഞാൻ പറഞ്ഞത് എനിക്കും എന്റെ കുഞ്ഞിനും ആരും ഇല്ലാതാവുമെന്നാ. അതിന്റെ അർത്ഥം നീയാണ് ആ കുഞ്ഞിന്റെ പിതൃത്വത്തിന് ഉത്തരവാദി എന്നാണോ? ഇനിയിപ്പോ അവരെങ്ങനെ കരുതുകയാണെങ്കിൽ ഞാനായിട്ട് തിരുത്താൻ പോകുന്ന മോശമല്ലേ? വേണ്ട, നീ ആയിട്ട് തിരുത്തണ്ട. പക്ഷേ നിന്നെ കൊണ്ട് തിരുത്തിക്കാൻ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ ഉണ്ടല്ലോ, ഞാൻ ആ വഴിക്ക് നോക്കിക്കോളാം. വൈ നോട്ട്? വക്കീലിന്റെ സേവനം ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, നീ പോയിക്കോ. പക്ഷെ അത് കോടതിയിലെത്തി നിയമപരമായി പ്രൂവ് ചെയ്യുന്ന വരെ സമയമുണ്ടല്ലോ, ആ സമയം എനിക്ക് ധാരാളമാണ് മോനെ. കോടതിയിൽ എത്തും വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ? അതിനുള്ളിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എനിക്കറിയാടി. എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഡോക്ടർ ജോബിനല്ലെന്ന് ഈ സെറ്റ് മുഴുവൻ പോസ്റ്റർ ഒട്ടിക്കാം. എന്താ, അപ്പൊ നിനക്ക് തൃപ്തിയാവോ?
നീ പോസ്റ്റർ ഒട്ടിക്കേ ഫ്ലെക്സ് വെക്കേ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും എന്റെ കൺസേൺ അല്ല. പക്ഷെ എനിക്കറിയേണ്ടത് ഒരു സത്യ, നീയായിട്ട് ആൾക്കാരുടെ മനസ്സിൽ കുത്തിയിറക്കിയ വിഷം നീയായിട്ട് എടുത്ത് കളയണം. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ എനിക്കറിയാം. ചുമ്മാ നിന്ന് വെല്ലുവിളിക്കാതെ എന്നാൽ അതൊന്ന് പ്രൂവ് ചെയ്യേ. ഞാൻ ദേ ഇപ്പൊ പറയുന്നു, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന്. അങ്ങനെ അല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിന്റേതാണ്. ഐ ചാലഞ്ച് യു. തെളിയിച്ചിട്ട് വന്ന് വാചകടിക്കും. You cheat. അതെ, സമ്മതിക്കുന്നു. ഞാൻ നിന്നെ വഞ്ചിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ പ്രണയിച്ച പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് മുങ്ങുന്നതിന്റെ പേരും വഞ്ചന എന്ന് തന്നെ ആയിരുന്നു, അല്ലേ ഡോക്ടറെ? എത്രയാ? 60. ദാ. ആരാ? ഡോക്ടർ അലീന ഇവിടെയല്ലേ താമസം? അതെ, ഇവിടെയാണ്. എനിക്ക് ആ കുട്ടിയൊന്ന് കാണണമായിരുന്നു. ഡോക്ടർ ഇവിടെയില്ല, ഹോസ്പിറ്റലിലാണ്. വരാൻ ഉച്ച കഴിയും. എന്താ തന്റെ പേര്? ഞാൻ ഹിമ. മാഡം പോയിട്ട് പിന്നെ വന്നോളൂ. അത് ഡോക്ടർ ജോബിന്റെ കാറല്ലേ? മാഡം ജോബിന്റെ മമ്മിയാ. അവനിവിടെ ഉണ്ടോ? നിങ്ങളോടാ ചോദിച്ചത് അവനിവിടെ ഉണ്ടോന്ന്. ആന്റി വരൂ. ഞാൻ പറഞ്ഞ കണ്ണാണോ സത്യമാണോന്ന് നിനക്കെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റൂ? എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ. അതെ, നിന്റെ കാര്യം നിനക്കേ അറിയൂ. ഞാൻ സമ്മതിക്കുന്നു. നീ ഒന്നോർത്തോ അലീന, നിന്റെ വയറ്റിൽ അങ്ങനൊരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ ആ കുഞ്ഞിന്റെ പിതൃത്വം എന്റേതല്ലെന്ന് തെളിയിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. പോകണം. പോകണ്ടെന്ന് ആര് പറഞ്ഞു? അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അത് നിങ്ങളുടേത് മാത്രമാണെന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. നീ തെളിയിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? ഐ ചാലഞ്ച് യു. അതൊക്കെ നിയമപരമായി തെളിയിക്കേണ്ട കാര്യമല്ലേ? അതിനുള്ള വഴിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. തൽക്കാലം ഇത് ഇങ്ങനെ അങ്ങ് പോട്ടെ. അതേടി, ഇത് അങ്ങനെ അങ്ങ് പോട്ടെ. ഇതെവിടം വരെ പോകുന്നേ നമുക്ക് കണ്ടറിയാം. ഒരു കാര്യം നീ ഓർത്തോ, പണ്ട് തോന്നിയ ഇഷ്ടത്തിന്റെ മറവിൽ നീ തകർത്തെറിഞ്ഞത് എന്റെ മാത്രം ജീവിതമല്ല, എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരുടെ ജീവിതം കൂടിയാ. സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ട് അവരെ കളഞ്ഞിട്ട് ഞാനൊന്ന് വിളിച്ചപ്പോഴേക്കും എന്തിനാ എന്റെ കൂടെ ഇറങ്ങി വന്നത്? അന്നേരം എവിടെ പോയി സ്നേഹനിധിയായ മമ്മിയും ഭാര്യയൊക്കെ? അപ്പൊ തനിക്ക് ആവാമായിരുന്നോ? ഇനിയൊരു അക്ഷരം നിന്റെ നാവിൽ നിന്ന് വീണ ഐ വിൽ കിൽ യു. ശരിയാ, അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ തെറ്റിന് ഞാൻ ഇപ്പോഴും പിഴ ഒടുക്കിക്കൊണ്ടിരിക്കുക. ഇനി എത്ര വേണമെങ്കിലും പിഴ ഒടുക്കാൻ ഞാൻ തയ്യാറാവും. മമ്മി പ്ലീസ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക. അലീന പറയുന്നൊക്കെ കള്ളോ? മമ്മി 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 ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. മമ്മി. സോറി ജോബിൻ, വന്നത് ജോബിന്റെ മമ്മിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ജോബിന്റെ കാർ മമ്മിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ഒന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ ഹിമ, ഇതെന്റെ വിധിയാ. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇതൊക്കെ. ഇറ്റ്സ് ഓക്കെ. താങ്ക്സ് ഡിയർ. പ്രതീക്ഷിക്കാതെ ഈ ഒരു ബോണസ് പോയിന്റ് എനിക്ക് കിട്ടാൻ അവസരം ഒരുക്കി തന്നാന്.
മമ്മി മമ്മി വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങള്. അതിന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. നിന്നെ അന്വേഷിച്ച് നീ താമസിക്കുന്നിടത്ത് ഞാൻ വന്നിരുന്നു. അവിടെ അങ്ങനെ അധികം ഉണ്ടാവാറില്ലെന്ന് മനസ്സിലായി. പിന്നെ നിന്നെ തിരഞ്ഞല്ല ഞാൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയത്. അവളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അവിടെ വന്ന് നടന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടപ്പോ ഇനി അതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അതാ തിരികെ പോന്നത്. മമ്മി കേട്ടതൊന്നും സത്യമല്ല. ആ അലീനെ എന്നെ കുരുക്കാൻ വേണ്ടി മനഃപൂർവ്വം കള്ളം പറയുക. അല്ലാതെ എനിക്ക് അതിലൊന്നും യാതൊരു മനസ്സറിവുമില്ല. ദയവ് ഇത് മമ്മി എന്നെ ഒന്ന് വിശ്വസിക്കുക. ഞാൻ നിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല ജോബിൻ. ആദ്യം നീ ദൈവത്തിലും ദൈവം നിന്നിലും വിശ്വസിക്കണം. പിന്നെ സ്വന്തം മനസാക്ഷിയിൽ തെറ്റ് ചെയ്തില്ലെന്ന പൂർണ്ണ ബോധ്യം വേണം. ആ ഉറച്ച ബോധ്യത്തിൽ നിന്ന് ഞാൻ മമ്മിയോട് പറയുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മമ്മി. എങ്കിൽ നീ മിന്നുകെട്ടിയ പെണ്ണെവിടെ? നിന്നെ വിശ്വസിച്ച് ഒപ്പം ജീവിച്ച അവൾ എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. ജോബിൻ, നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റിയേക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നിന്നോടൊപ്പം ജീവിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു പെണ്ണിന്റെ കണ്ണുനീർ വീണ വീടാണ് നമ്മുടേത്. ആ കണ്ണുനീരിന്റെ പാപം കഴുകിക്കളയാതെ നിന്നെ വീണ്ടെടുക്കാൻ കഴിയില്ല. അതുവരെയും നിന്നിൽ വീണ കളങ്കം മായാതെ നിൽക്കും. അങ്ങനെ കളങ്കിതനായ ഒരു മകന്റെ അമ്മയായിരിക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. ആദ്യം നീ അവളുടെ കണ്ണുനീരിനും സങ്കടങ്ങൾക്കും സമാധാനം കണ്ടെത്തണം. നിന്റെ നിരപരാധിത്വം നീ അവളെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. മമ്മി 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 കേറ്, ഞാൻ വീട്ടിലാക്കാം. വേണ്ട. ഇനിയുള്ള ദൂരം തനിച്ച് നടക്കാനാണ് ദൈവം വിധിച്ചിട്ടുള്ളതെങ്കിൽ ആ ദൂരം ഞാൻ നടന്നു തീർത്തേ പറ്റൂ. നീ പൊയ്ക്കോ. നിന്നോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ പഴയതുപോലെ നിന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നിന്നെ സ്നേഹിച്ചവളും വിശ്വസിച്ചവളും നിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. മമ്മി വക്കീൽ ഇറങ്ങുകയാണോ? അതെ, ഞാനൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാം. അപ്പൊ എങ്ങനെയാ? നേരത്തെ പറഞ്ഞ ഷിഫ്റ്റിംഗ് ഉടനുണ്ടാവോ അതോ? എന്തായാലും 3-4 ദിവസം കഴിഞ്ഞ് ഷിഫ്റ്റിംഗ് ഉണ്ടാവൂ. അതുവരെ ഞാനിവിടെ ഉണ്ടാവുന്നത് അലീനയ്ക്ക് ബുദ്ധിമുട്ടാവോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? നമ്മളെ പോലെ ഒരാളുടെ കൂടെ കഴിയാൻ വക്കീലിനല്ലേ ബുദ്ധിമുട്ട്. അതുകൊണ്ടല്ലേ പുതിയ ലാവണം തേടിയത്. ഒപ്പം കഴിയാൻ പറ്റാത്തത്ര നിലവാരമുള്ള ഒരാളാണ് അലീന എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ പ്രകടനം കണ്ടപ്പോ ഞാൻ നേരത്തെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓ, അതായത് വക്കീലിന്റെ ഒക്കെ നിലവാരത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് താഴ്ന്നു പോയെന്ന് അല്ലേ? അത് ഞാനായിട്ട് പറയേണ്ട കാര്യമുണ്ട് അലീന. സ്വയം ഒന്ന് ആലോചിച്ചാ പോരെ. ഒരു കാര്യം ചോദിച്ചാൽ എന്നോട് മുഷിച്ചിലൊന്നും തോന്നരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ജോബിന്റെ ഇഷ്ടം പിടിച്ചു വാങ്ങാൻ പറ്റുമെന്ന് ഡോക്ടർ കരുതുന്നുണ്ടോ? ഇല്ലെന്ന് അലീനയ്ക്കും ഭംഗിയായിട്ട് അറിയാം. എങ്കിലും അയാളുടെ ഫാമിലി ലൈഫ് സ്പോയിൽ ചെയ്തപ്പോ മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ടല്ലേ? ഒരുതരം ആത്മസംതൃപ്തി ഭയങ്കരമാണ് അല്ലേ അലീന? സത്യമാണ് വക്കീലെ. ഞാൻ അവനെ അവൾക്കങ്ങ് വിട്ടുകൊടുക്കണമായിരുന്നു. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് ഭാഗ്യക്കേടുകൊണ്ട് നഷ്ടമായി പോയത് അവളുടെ കഴിവ് കൊണ്ടാണെന്നുള്ളൊരു അഹങ്കാരം മിസ്സസ് മാളവികയ്ക്കുണ്ടായിരുന്നു. സ്വതവേ അഹങ്കാരി എന്നുള്ള ചീത്തപ്പേരുള്ള എനിക്ക് മറ്റൊരാളുടെ അഹങ്കാരം സഹിക്കാൻ കഴിയാവുന്ന പോലെ അപ്പുറമാണെന്ന് വക്കീലിന് ഇതിനകം തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ ചീട്ട് ആർക്കും ഇല്ലാതങ്ങ് കീറിക്കളഞ്ഞേക്കാമെന്ന് തീരുമാനിച്ചത്.